ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് കണ്ടപ്പോൾ ഇത്ര മാറ്റം ഗ്ലാസ് ഡോറും കാര്യങ്ങളൊക്കെ വരാണ്ടാവും. ഒരു സ്പെഷ്യൽ റൂമായിട്ട് മാറും. അപ്പോൾ ഗായ്സ് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീക്കാണ് ഓഫ്ലൈൻ സ്റ്റോറിൽ പോയത്. അപ്പോൾ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായി, ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളുടെ കാർ ഇതാ റെഡിയായി. പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിട്ട് വരാം. ഗൈസ് നമ്മളിപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഫ്രണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഫ്രണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഫ്രണ്ട് വരുന്നത്. ആൻഡ് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. സോ ഇതാണ് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഉള്ളത്. അന്ന് നമ്മൾ പിന്നെ കാണിക്കുന്ന ടൈമിൽ ഇത്രയ്ക്കും ഒന്നും വർക്ക് ആയിട്ടില്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എത്രയായിരുന്നു വർക്ക്സ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ മുമ്പുള്ള വീഡിയോ കണ്ടവർ. നമ്മൾ എത്ര 1 വീക്ക് പോലും ആയിട്ടില്ല എന്തായിട്ട് വന്നിട്ട്. അപ്പോഴത്തേക്ക് ഇത്ര വർക്ക് എന്താ പറയുക ആയിട്ടുണ്ട്. അതായത് പെട്ടെന്നാണ് നമ്മളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ്. സോ അതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ ജൗഹർക്ക. അപ്പുറത്തുള്ള നമ്മുടെ ഷരീനയാണ്, നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഓക്കെ, ആ വരുന്നതാണ് നമ്മുടെ ഓപ്പറേഷൻ ഹെഡ് ബ്ലാക്ക് ഇട്ടത്. അപ്പുറം റമീസല്ലി, അത് അനസ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡാണ്. നമ്മുടെ ബില്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അരവുണ്ട്, ആളുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബില്ലിംഗ് ഏരിയയുടെ. എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ എത്രയോ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇപ്പോൾ എത്ര ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ജസ്റ്റ് മുമ്പത്തെ വീഡിയോ ഒന്നും വാച്ച് ചെയ്യാത്തൊരു വാച്ച് ചെയ്യുക, എന്നിട്ട് എന്താക്കുക എത്ര മാറ്റം വന്നു എന്നുള്ളത് നോക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേക്കാളും മാറ്റം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അളവെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയിലാണ് ഗൈസ്. പിന്നെ അതിനകത്ത് അവിടെ എത്തുമ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് സെൻ്റർ. അതിനകത്ത് എക്സ്പീരിയൻസ് സെൻ്റർ കഴിഞ്ഞിട്ട് അവിടെയാണ് കുട്ടികൾക്കുള്ള കളിക്കാനും ഇതിനൊക്കെയുള്ള സാധനങ്ങൾ പരിപാടികളൊക്കെ. പിന്നെ പുതിയ ടോയ്സിൻ്റെ ന്യൂ അറൈവൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ് അതിനകത്ത് വരും. ഇവിടെ ആയിരിക്കും മൊത്തത്തിൽ വരിക. പിന്നെ ഈ സെക്ഷന് നമ്മൾ നഴ്സറി കുട്ടികൾക്ക് കിൻഡർ ഗാർഡൻ പോലെ ഉള്ള ഇവർക്കുള്ള ചെറിയ ഇൻട്രാക്ഷൻ സെഷൻസൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയ. പിന്നെ ഇതിനകത്ത് സ്റ്റേഷനറി ഐറ്റംസ് ഈ ഭാഗം. ഇവിടെ കംപ്ലീറ്റ് ടോയ്സ് പരിപാടികൾ, പിന്നെ മറ്റേ ഈ കുട്ടികൾക്കുള്ള ടോയ് ഗിയർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടെ സെറ്റ്. ഇത് മൊത്തം ഗാർമെൻറ്റ്സ് സെക്ഷൻസ്. അതിൽ കിഡ്സ്, ഗേൾസ്, ബോയ്സ് എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻസ് ആയിരിക്കും. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഗതികൾ. ഇവിടെ എത്തുമ്പോൾ ഇതൊരു 3 സെക്ഷനായിട്ട് വേറെ മാറും. അത്യാവശ്യം ഇവരെ ബാക്കിയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, പാമ്പേഴ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഈ ഒരു ഏരിയ മൊത്തത്തിൽ. ഗ്ലാസ് ഡോറും കാര്യങ്ങളൊക്കെ വരാണ്ടാവും. ഒരു സ്പെഷ്യൽ റൂമായിട്ട് മാറും. അത് മെറ്റേണിറ്റി. പിന്നെ ഇത് 2 ട്രയൽ റൂം, വാഷ്റൂം. ഇതിനകത്ത് തന്നെ പാമ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും ഇതിനൊക്കെയുള്ള കുട്ടികൾക്കുള്ള ഞങ്ങളുടെ സൗകര്യം ഉണ്ടാവും. പിന്നെ ഇതിനകത്തെത്തുമ്പോൾ ഇതാണ് നിങ്ങളെ ഓഫീസ് റൂമായിട്ട് മാറുക. ബാക്ക് ഓഫീസായിട്ട് മാറും. ഇത് തന്നെ ഒരു 4 or 5 സെക്ഷനായിട്ട് മാറും ഈ ഏരിയ. പിന്നെ ഇതിനകത്തൊരു വാഷ്റൂം ഉണ്ട്. ഇവിടെ ഒരു പ്രയർ റൂം വരും. പിന്നെ ഇവിടെ ഒരു പ്രയർ റൂമും വരും. അങ്ങനെയാണ് മൊത്തത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ. ATRൊക്കെ ഫുള്ള് ഡിസ്കഷനിലാണ്. ഇൻറ്റീരിയർ ഡിസൈനേഴ്സായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ വരിക, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിലി ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്തായാലും നല്ല രസമുണ്ടല്ലോ, മാഷാ അല്ലാഹ്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ. ജസ്റ്റ് ഒന്ന് എല്ലാവരും എന്താക്കുക, മുമ്പത്തെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. നവംബർ 15 ആകുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യുക അതുവരെ. കാരണം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാജിക് ലാംസിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന് പറയുന്ന എല്ലാ യൂട്യൂബ് ചാനൽസും എന്താക്കുക, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും എന്താക്കുക ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഓരോ സെഷൻസും കാര്യങ്ങളും പറഞ്ഞത് നമ്മളുടെ ഓഫ്ലൈൻ മാനേജറായിരുന്നു ഇർഷാക്ക. ഇന്ന് നമുക്ക് കറക്റ്റ്ലി പറഞ്ഞത് ഇവിടെ ഇൻറ്റീരിയർ ചെയ്ത ആളാണ് നമ്മളെ ജൗഹർക്കാണ് ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇനിയും എന്താക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയാനും
ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താക്കുക നമ്മളുടെ യൂട്യൂബ് ചാനലായ മാജിക് ലാംപ്സ് ഫോളോ ചെയ്യുങ്ങൾ. ആൻഡ് നമ്മളുടെ ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഇനാഗ്രേഷൻ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 15-നാണ്. അപ്പോൾ നവംബർ 15-നേക്ക് ഒരുപാട് ഓഫേഴ്സും ആരാണ് ഇനാഗ്രേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാജിക് ലാംപ്സിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്ത് വെക്കുക. എപ്പോഴും അതൊന്ന് എന്താക്കുക നോക്കുക, സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അരീക്കോടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം. ബൈ.